ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന രണ്ടക്ഷരം നിങ്ങൾ രാവിലെ ഉരുവിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കടബാധ്യതകൾ മാറുവാനും സമ്പത്ത്, ഉയർച്ച, ധനസമൃദ്ധി, അതുപോലെ കുട്ടികൾക്കാണ് പരീക്ഷകളിൽ വിജയിക്കാനും, പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളവർക്ക് നടത്തുന്നവർക്ക് അതിവിജയങ്ങൾ ഉണ്ടാകാനും, കടങ്ങൾ മാറുവാനും, ഏത് കാര്യത്തിലും വിജയിക്കാനും ഉപകരിക്കും. ഈ രണ്ട് അക്ഷരം ഉരുവിട്ട ശേഷം വരാഹി ദേവിയുടെ ഒരു അത്ഭുത മന്ത്രം പറഞ്ഞു തരുന്നുണ്ട്. അതോടെ നിത്യേന ഒരു തവണ ജപിക്കുക. കർപ്പൂരത്തെ തൊട്ട് മതി. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം വന്നു ചേരുന്ന ഒരു അത്ഭുത മന്ത്രമാണ് പറഞ്ഞു തരുന്നത്. അതിനുശേഷം ഞാനൊരു കാര്യം പറയുന്നുണ്ട്. അതായത് കടബാധ്യതകൾ മാറാനുള്ള ചില രഹസ്യങ്ങളാണ് പറയുന്നത്. ഞാനീ പറയുന്ന ഒരു ദിവസം, നമ്മൾ എല്ലാ ദിവസവും മത്സ്യമാംസാദികൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ചിലരൊക്കെ മത്സ്യമാംസാദികൾ ഉപയോഗിക്കും. ഞാനീ പറയുന്ന ഒരു ദിവസം, അത് അവസാനം പറഞ്ഞുതരാം, മാത്രം നിങ്ങൾ മത്സ്യമാംസാദികൾ ഒഴിവാക്കുക. കടം മാറാൻ ഉപകരിക്കും. നിങ്ങൾ ചെയ്തു നോക്കിക്കൂ. അത് ഏത് ദിവസമാണ് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഷിർദി ബാബയുടെ ഒരു രഹസ്യ വിദ്യ പറഞ്ഞു തരുന്നുണ്ട്. ഇതെല്ലാം കടം മാറാൻ വേണ്ടിയാണ് കേട്ടോ, സമ്പത്തുണ്ടാകാനും. പിന്നെ 2 ക്ഷേത്രങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്, കടം മാറാനും സമ്പത്തുണ്ടാകാനും വേണ്ടി. അവിടെ ദർശനം നടത്തിയാൽ മാറ്റങ്ങൾ വരും. പിന്നെ മലയാള മാസം 1-ാം തീയതി കൃഷ്ണന് കടം മാറാൻ വേണ്ടി സമർപ്പിക്കേണ്ട 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ആണ് ഇന്ന് പറയുന്നത്. എല്ലാം ഈ പ്രധാനമായിട്ടും സാമ്പത്തികമായ, ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ മെസ്സേജ് വരുന്നത് കടമാണ് 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 എന്നാണ് മെസ്സേജ് വരുന്നത്. അതുകൊണ്ടാണ് സാമ്പത്തികം ഉണ്ടാകാനും ധനം ഉണ്ടാകാനും കടം ബാധ്യത മാറാനും വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. പിന്നെ നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം. താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. നമ്മൾ കടം ഉണ്ടാക്കി അത് വീട്ടാനുള്ള കഴിവ് നമുക്കുണ്ട്. നമ്മളത് പരിശ്രമിച്ച് വീട്ടുകയും വേണം. അതോടൊപ്പം ഇങ്ങനെ ഈശ്വരീയമായ പ്രാർത്ഥനകൾ ചെയ്താൽ നമുക്ക് പുതിയ വഴികൾ തുറന്നു കിട്ടും. അതാണ് അതിന്റെ രഹസ്യം. അങ്ങനെ ഒരുപാട് പേര് ജീവിതം മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. എല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണം. നിങ്ങൾ ഒരു ഭാഗവും മിസ് ചെയ്യരുത്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്നോട് വാട്സപ്പിൽ ചോദിക്കരുത്, അയ്യോ കടമാണ്. അപ്പൊ അത് ഞാൻ ആവശ്യത്തിനുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. മിസ് ചെയ്യരുത്. നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താവുന്നൊരു പ്രയോജനപ്പെടുത്തിക്കോണം. ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരികയാണ്. നേരിട്ട് ഹസ്തരേഖ, ഗ്രഹനില, സംഖ്യാജ്യോതിഷം ഇതൊക്കെയാണ് ചെയ്യുന്നത്. നേരിട്ട് നോക്കാൻ ഇപ്പോൾ സാധിക്കത്തില്ല. കാരണം ഒരുപാട് വർക്കുകൾ പെൻഡിങ് ആയിട്ടുണ്ട്. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എപ്പോഴും വർക്കുകൾ കാണും വാട്സപ്പിൽ. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ വർക്ക് ചെയ്യാൻ തന്നെ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് വാട്സപ്പിലാണ് കൂടുതലും ചെയ്യുന്നത്. കാരണം രണ്ടുകൂടെ പറ്റത്തില്ല. നേരിട്ടും വാട്സപ്പും ഒരുപോലെ പറ്റത്തില്ല. വാട്സപ്പിലാണ് വർക്കുകൾ ചെയ്യുന്നത്. അപ്പം അത് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് നേരിട്ടില്ലാത്തത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഇടുക. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് നോക്കുന്നത്. നല്ല കാര്യങ്ങൾ, ഇതുപോലെ നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അത് ആവശ്യമുള്ളവർ ചെയ്യുക. പിന്നെ അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കുകയും കൂടെ കാണും. അപ്പോൾ വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ കയറി ഇരുന്നാൽ പട്ടിണിയോട് മൂട്ടയെടുത്തേ ഉള്ളൂ. നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. പിന്നെ വഴിപാടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും പുതിയ ഒരു വരുമാന മാർഗങ്ങൾ ഈശ്വരൻ കാണിച്ചു തരുമെന്നുള്ളതാണ് പറഞ്ഞ് മനസ്സിലായില്ലേ. അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. അപ്പം അങ്ങനെ രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അനുഭവത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ചെയ്ത്, ഒന്ന് മക്കളായിരിക്കും വിദേശത്ത് പോയി രക്ഷപ്പെടുക, അല്ലെങ്കിൽ ചില തൊഴിലുകൾ ചെയ്ത് ചിലർ രക്ഷപ്പെടുന്നു. ഒരുപാട് രീതിയിൽ രക്ഷപ്പെട്ടവരുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. ഇത് എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുവാണ്. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ഇടുക. റിപ്ലൈ തരും. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഒരുപാട് മെസ്സേജ് ഉള്ളതുകൊണ്ടാണ് പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഇത് ആവശ്യമുണ്ട് ചെയ്യാതിരിക്കുക. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോഴേ ആ 2 ബീജമന്ത്രം ആദ്യം പറയാം. നമ്മൾ രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തി കുളിച്ചെല്ലാം കഴിഞ്ഞ് കുളിമുറി എന്നുള്ള പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് വിളക്കിന്റെ മുന്നിൽ നിന്നുള്ള എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞ് അവസാനം ചെയ്താൽ മതി. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ കാലും കൈയും മുഖം നനയ്ക്കുക. എന്നിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് വിളക്കിന്റെ മുന്നിൽ നിന്ന് ഒരു തട്ടത്തിൽ ഒരു കർപ്പൂരം കത്തിച്ച്, കർപ്പൂരം തീരുന്ന അനുസരിച്ച് ഇട്ട് കൊടുക്കാം. സാധാരണ കർപ്പൂരം മതി. അത് 1-2 ഒരു കർപ്പൂരം തീരുമ്പോൾ അടുത്ത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട്
ഈ ഈ 2 ബീജമന്ത്രം നിങ്ങൾ ജപിക്കണം. അത് ഓം ചേർത്ത് ജപിക്കണം. ഓം ഹ്രീം ക്ലീം. അത്ഭുത ശക്തിയുണ്ട് ഈ ബീജമന്ത്രത്തിന്. ഓം ഹ്രീം ക്ലീം. ഞാനിതെല്ലാം വീഡിയോയുടെ താഴെ എഴുതിയിട്ടേക്കാം ഈ മന്ത്രങ്ങളല്ല. ഓം ഹ്രീം ക്ലീം, ഓം ഹ്രീം ക്ലീം, ഓം ഹ്രീം ക്ലീം 3 തവണ ജപിക്കുക കർപ്പൂരത്തെ തൊട്ട്. അത് ജപിക്കാൻ എന്തിനാണെന്നറിയോ? നിങ്ങൾ ഇനി ജപിക്കാൻ പോകുന്ന മന്ത്രം ഫലമാകാൻ വേണ്ടിയുള്ള രഹസ്യവിദ്യയാണ്. ഈ ഹ്രീം എന്നുള്ളത് ശക്തി ബീജമാണ്, ഭുവനേശ്വരി ബീജമാണ്. ക്ലീം എന്നുള്ളത് കാമബീജമാണ്. അപ്പൊ ഈ വശ്യമാണ്. ഇത് രണ്ടിനും ഒരുപാട് വേറെ രഹസ്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞുള്ളൂ. പ്രപഞ്ചബോധം നിങ്ങൾക്ക് അനുകൂലമാകാൻ വേണ്ടിയുള്ള ഒരു രഹസ്യവിദ്യയാണ് ഓം ഹ്രീം ക്ലീം. ഹ്രീം എന്നുള്ള ഹായ കാ ജപിക്കരുത്. ഈ 2 ബീജങ്ങൾ ഓം ചേർത്ത് ജപിച്ചിട്ട് 3 തവണ വാ കൊണ്ട് ജപിച്ചിട്ട് കർപ്പൂരത്തെ തൊട്ട് ജപിക്കണം. കർപ്പൂരം തീരുന്നതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക. ഈ മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിട്ട് തരാം. വരാഹി ദേവിയുടെ മന്ത്രമാണ്. ഓം ശ്രീം പഞ്ചമി സർവസിദ്ധി മാതാ മമ ഗ്രഹം മേ ധനസമൃദ്ധിയും ദേഹി ദേഹി നമ. ഇതാണ് മന്ത്രം. അത് ഞാൻ നിർത്തി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്, തെറ്റായിരിക്കാൻ വേണ്ടിയാണ്. വീഡിയോയുടെ താഴെ എഴുതിയിരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 2-3 വരികളൂടെ വരുന്നുണ്ട്. ഓം സമയേശ്വരി വരാഹി നമ, വരാഹിയേ നമ. ഓം സമയേശ്വരി വരാഹിയേ നമ. അതുപോലെ തന്നെ ഓം സമയേശ്വരി വരാഹിയേ നമ. അതുപോലെ ശ്രീമാത്രേ നമ, ശ്രീമാത്രേ നമ. ഓം വരാഹി ദേവിയെ നമ. അപ്പം ഓം സമയേശ്വരി വരാഹിയെ നമ കഴിഞ്ഞ് വജ്രഘോഷം എന്നുള്ള ഒരു ഇതൂടെ ജപിക്കുവാണെങ്കിൽ നല്ലതാണ്. അതിനുശേഷം ഓം വരാഹി ദേവിയെ നമ, ശ്രീമാത്രേ നമ. ഞാൻ ഒന്നുകൂടെ ജപിക്കാം. ഓം ശ്രീം പഞ്ചമി സർവസിദ്ധി മാതാ മമ ഗ്രഹം മേ ധനസമൃദ്ധിം ദേഹി ദേഹി നമ. ഓം സമയേശ്വരി വരാഹിയേ നമ വജ്രഘോഷം. ഓം വരാഹി ദേവിയെ നമ, ശ്രീമാത്രേ നമ. ഇത്രയും ജപിക്കുക. ഒരു തവണ ഇത്രയും ജപിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അമ്മയോട് വേണ്ടതൊക്കെ ആവശ്യപ്പെടാം. എന്നിട്ട് സർവ്വതും മംഗളമാക്കി തരണേ അമ്മേ, നന്ദി നന്ദി കോടി നന്ദി എന്ന് പറയുക. അമ്മയുടെ അനുഗ്രഹത്തിന് കോടി നന്ദി. അനുഗ്രഹം വന്നോളും, നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി, പുറകെ വന്നോളും. ഇത് നിത്യേന രാവിലെ ചെയ്യുക. ഇത് ഈ മന്ത്രങ്ങളൊക്കെ സ്ത്രീകൾ അശുദ്ധി ഉള്ളപ്പം ചെയ്യേണ്ട, അല്ലാത്തപ്പം ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ നിത്യേന രാവിലെ ഒരു തവണ ചെയ്യുക. കർപ്പൂരം തൊട്ട് ചെയ്യുക, അതിന് ശക്തിയുണ്ട്. കർപ്പൂരം തീരുന്നതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തണം. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ അവിടെ ഒരു നെയ്വിളക്ക് ഈ മന്ത്രം ജപിച്ച് നടക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അത് വാഗൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ ശബ്ദത്തിൽ ജപിച്ചാൽ മതി. അവിടുത്തെ ദേവിയെ ഒന്ന് സ്തുതിച്ചിട്ട്, ആ ദേവിയുടെ മന്ത്രം ജപിച്ചിട്ട് ഈ മന്ത്രം കൂടെ ജപിച്ച് എത്തും നല്ലതാണ്. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. എന്തായാലും വീട്ടിലിത് ചെയ്യുക. വീട്ടിൽ പറഞ്ഞ കാര്യം ഇതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനസമൃദ്ധി തന്നെയാണ്. അപ്പം നിങ്ങൾ ആവശ്യപ്പെടണം ദേവിയോട്. നിങ്ങളുടെ ആവശ്യം, നിങ്ങൾക്കിപ്പോൾ ഒരു കേസ് വിജയിക്കാനാണെങ്കിൽ അത് പറയുക. നിങ്ങൾക്ക് വിദേശത്തൊരു ജോലിക്കാണെങ്കിൽ അത് പറയുക. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പരീക്ഷയിൽ എനിക്ക് നല്ല പെർഫോമൻസ് ചെയ്യാൻ എനിക്ക് അനുഗ്രഹം അമ്മയുടെ ഉണ്ടാകണം. പിന്നെ നല്ലതായിട്ട് നമ്മൾ പ്രിപ്പയർ കൂടെ ചെയ്യണം. താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. നമ്മൾ പ്രവർത്തിക്കണം. അതിന് കൂടുതൽ ദൈവാനുഗ്രഹം കൂടെ ആകുമ്പോൾ നമുക്ക് ആ കാര്യത്തിൽ കൂടുതൽ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ കടങ്ങൾ മാറാൻ, അമ്മ എനിക്ക് സമ്പത്ത് നൽകണേ, അമ്മേ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുക. പിന്നെ കച്ചവടം, ബിസിനസ് ചെയ്യുന്നവർക്ക് ധനസമൃദ്ധി, എനിക്ക് അന്നത്തേക്കുള്ള ധനവും സമൃദ്ധിയും തരണമെന്ന് പറഞ്ഞാൽ മതി. അന്നത്തേക്കുള്ളതെന്ന് പറഞ്ഞാൽ മതി, എന്നും സമ്പത്ത് വന്നോളും. അതൊരു രഹസ്യവിദ്യ കേട്ടോ. അല്ല എനിക്ക് അത് വേണം ഇത് വേണം, എനിക്ക് അന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ അമ്മേ, നന്ദിയും കൂടെ പറയണം. പിന്നെ ഏത് കാര്യത്തിലും വിജയമുണ്ടാകാനും, പിന്നെ പണത്തിൻ്റെ ബ്ലോക്ക് തടസ്സങ്ങൾ മാറുവാനും, ജോലിയിൽ ഉയർച്ച, പ്രൊമോഷൻ, പുതിയ വരുമാന മാർഗങ്ങൾ, പുതിയ ജോലി, അതുപോലെ ഈ കുട്ടികൾക്ക് ക്യാമ്പസ് സെലക്ഷൻ, അതുപോലുള്ള കാര്യങ്ങൾക്ക്
വിദേശത്ത് തടസ്സം ഉണ്ടെങ്കിൽ അത് മാറാൻ, ക്യാമ്പസ് സെലക്ഷൻ അതുപോലെ കാര്യങ്ങൾ കിട്ടി ജീവിതത്തിൽ നല്ലൊരു നിലയിലേക്ക് പോകാൻ, പിന്നെ വിദേശത്ത് ജോലി ഒക്കെ ശ്രമിക്കുന്നതൊക്കെ ശരിയാകാൻ, പിന്നെ നല്ല ഒരു കുടുംബൈക്യം, കുടുംബജീവിതം, എല്ലാത്തിനും അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയണം. എനിക്ക് നൽകണേ എന്ന് പറയണം. എന്നിട്ട് അമ്മയ്ക്ക് നന്ദിയും കൂടെ പറയുക. എന്നിട്ട് സർവ്വതും മംഗളമാക്കി തരണേ അമ്മേ വരാഹി ദേവി, കോടി കോടി നന്ദി, മഹത്വം എന്ന് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ പറയണം. അങ്ങനെ പറഞ്ഞാണ് പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടത്. നിത്യേന ചെയ്യുക. ഇനിയും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം, നിങ്ങൾ എല്ലാ ദിവസവും പറ്റുവാണെങ്കിൽ മത്സ്യവും മാംസവും ഒക്കെ ഉപയോഗിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പം പല വീടുകളിലും പലരും മത്സ്യവും മാംസമൊക്കെ മേടിക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടവും സാഹചര്യങ്ങളുമാണ്. അപ്പം ഒരു ദിവസമെങ്കിലും നിങ്ങൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക പൂർണ്ണമായിട്ടും. എന്താണെന്നറിയോ, വെള്ളിയാഴ്ച കടങ്ങളൊക്കെ പെട്ടെന്ന് മാറും. നിങ്ങൾ ചെയ്ത് നോക്കിയോ, ഉറപ്പായിട്ടും ഐശ്വര്യം ഉണ്ടാകും, ജീവിതം മാറും. നിങ്ങളുടെ ജീവിതം ഇന്ന് ഏതവസ്ഥയാണോ അത് വേറൊരവസ്ഥയിലേക്ക് ചേഞ്ച് ആകും. ഒരു സംശയം വേണ്ട. നിങ്ങൾ ചെയ്ത് നോക്കിയോ. വെള്ളിയാഴ്ചകൾ വീട്ടിലെ മത്സ്യം മേടിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക. മത്സ്യം, ഇറച്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. വെള്ളിയാഴ്ചകൾ മത്സ്യമാംസാദികൾ എല്ലാ ദിവസവും ഒഴിവാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തവർക്ക് വെള്ളിയാഴ്ചയെങ്കിലും നിർബന്ധമായിട്ട് ഒഴിവാക്കുക. അന്നേ ദിവസം ആരുടെയും കുറ്റം പറയരുത്. ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ വഴിപാട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന നെയ്വിളക്കോ പിടിപ്പണമോ പിന്നെ കടുംപായസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യുക. പറ്റുന്ന ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും പ്രാർത്ഥിക്കെങ്കിലും ചെയ്യുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉദയം 6:30 അതിനോട് അടുത്ത് പോകാൻ പറ്റുമെങ്കിൽ പോവുക. അല്ല ഇപ്പം നിങ്ങൾ പോകാൻ പറ്റിയിട്ട് താമസിച്ചു പോയാലും അതിനകത്ത് തെറ്റൊന്നുമില്ല. രാവിലെ ആയാലും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. ഇനി രാവിലെ പറ്റാത്തവർക്ക് വൈകുന്നേരമാണെങ്കിലും ചെയ്യുക. അടുത്തുള്ള ഭദ്രകാളി അല്ല ദേവി ആയിക്കോട്ടെ, ദർശനം നടത്തുക. വെള്ളിയാഴ്ചകൾ മത്സ്യമാംസാദികൾ ഒഴിവാക്കുക. വെള്ളിയാഴ്ച ആരുടെയും കുറ്റം പറയാതിരിക്കുക, പൊങ്ങച്ചം പറയാതിരിക്കുക, അഹങ്കാരം പറയാതിരിക്കുക, മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുക, ഉച്ചയുറക്കം പാടില്ല. അന്ന് മത്സ്യമാംസാദികൾ ഒഴിവാക്കുക. അത്രയും മതി. വെറുതായിട്ട് എടുക്കണമെന്നൊന്നുമില്ല. അപ്പം ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കടം മാറും. അത്ഭുതകരമായ കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കർത്തവാവിൻ്റെ അന്ന് കൂടി ഇങ്ങനെ ചെയ്യുക. അത്ഭുതകരമായ കടങ്ങൾ മാറാൻ ഉപകരിക്കും. വെള്ളിയാഴ്ച നിങ്ങൾ ചെയ്യുക. പിന്നെ കർത്തവാവിൻ്റെ അന്ന് കൂടെ പറ്റുവാണെങ്കിൽ ചെയ്യുക. ഇല്ലേ വേണ്ട, വെള്ളിയാഴ്ച മാത്രം ചെയ്താലും മതി. ഇങ്ങനെ ചില ദിവസങ്ങളും ചില രഹസ്യങ്ങളുണ്ട്. ഈ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല ഒന്നും സംഭവങ്ങൾ കിടക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളല്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഏറ്റവും വലിയ കാര്യങ്ങളെന്ന് അറിയുക. വലിയ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതൊന്നും അല്ല വലിയ കാര്യം. ചെറിയ കാര്യങ്ങളിലാണ് വലിയ വലിയ രഹസ്യങ്ങൾ ഇരിക്കുന്നത്. ചെറുതിലും ചെറുതിനെ അറിയുന്നവനാണ് വലുതിലും വലുതിനെ അറിയുന്നവൻ. ഇപ്പൊ ഒരു ഉറുമ്പ്, ആ ഉറുമ്പിനും നമ്മളെപ്പോലെ ശരീരത്ത് ഉപാപചയ പ്രവർത്തനങ്ങളുണ്ട്, ശരീരത്ത് പ്രവർത്തനം നടക്കുന്നുണ്ട്, ശരീരമുണ്ട്. അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ ആയിക്കോട്ടെ, അതിനെ അവരെ സൃഷ്ടിച്ച അവനാണ് വലുതിലും വലുതിനെ അറിയുന്ന ഈശ്വരൻ. ചെറുതിലും ചെറുതിനെ അറിയുന്നവനാണ് വലുതിലും വലുതിനെ അറിയുന്നവൻ. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും വലിയ കാര്യങ്ങളുടെ പുറകെ പോകും. വലിയ കാര്യങ്ങളല്ല, ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങൾ. അതറിയുന്നവനാണ് വലിയവൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. പിന്നെ നമ്മുടെ വീട്ടിൽ ഷിർദി ബാബ, സായി ബാബയല്ല, ഷിർദി ബാബ തലക്കെട്ട് കെട്ടിയിരിക്കുന്ന ഒരു ബാബയുണ്ട്. ഷിർദി ബാബ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഷിർദി ബാബയുടെ ഒരു ഫോട്ടോ വെച്ച് വ്യാഴാഴ്ചകളിൽ നിങ്ങൾ ആ ഫോട്ടോയുടെ മുന്നിൽ ഒരു ചെറിയ ഷെൽഫ് പോലെ വല്ല ചെറുതായിട്ട് ഫിറ്റ് ചെയ്യുക. അവിടെ ഒരു തട്ടത്തില് നിങ്ങൾ അല്പം മുട്ടായി നിങ്ങൾ എനിക്ക് സമ്പത്ത് നൽകണമെന്ന് പറഞ്ഞ് വ്യാഴാഴ്ച രാവിലെ വെളുപ്പിന് ഒരു 5:30-ക്കും 6 മണിക്കും ഇടയ്ക്ക് കുളിച്ചോ അല്ല കൈയും കാലും മുഖം കഴിട്ട് പ്രാർത്ഥിച്ച് വെക്കുക. അത് അന്ന് ദിവസം അവിടെ ഇരുന്നോട്ട്. പിറ്റേ ദിവസം അത് എടുത്ത് നിങ്ങൾക്ക് പക്ഷിമൃഗാദികൾക്കോ എവിടെ ഒന്നും കഴിക്കണ്ട, എവിടെങ്കിലും പക്ഷിമൃഗാദികൾ കൊടുക്കുകയോ എവിടെങ്കിലും കളയുകയോ ചെയ്യുക, കളയാൻ പറ്റുന്നിടത്ത്. ഇത് വ്യാഴാഴ്ചകൾ തോറും ആവർത്തിക്കുക. അത്ഭുതകരമായ രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറും. പക്ഷെ പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്യണം. അദ്ദേഹം ഈശ്വരൻ തന്നെയാണ്. അതിലൊക്കെ പുണ്യാത്മാക്കൾ ഈശ്വരൻ തന്നെയാണ്. അവർക്ക് ചില രഹസ്യങ്ങളുണ്ട്. ഇത് കച്ചവടം വർദ്ധിക്കാൻ ഞാൻ ഈ പറഞ്ഞ വിദ്യ ചെയ്തവരുണ്ട്, അവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് വീടുകളിലും ചെയ്യാം. സാമ്പത്തികം വരും, കടബാധ്യതകൾ മാറാൻ ഒക്കെ ഉപകരിക്കും. വ്യാഴാഴ്ചകൾ മാത്രം ചെയ്താൽ മതി. വ്യാഴാഴ്ചകൾ മാത്രം ചെയ്താൽ മതി. അപ്പം ഇനിയിപ്പോൾ ഷിർദി ബാബയുടെ ഫോട്ടോ എവിടെ കിട്ടുമെന്നായിരിക്കും എല്ലാവർക്കും സംശയം. അതൊന്നുകിൽ കടകളിൽ കിട്ടും, അല്ലെങ്കിൽ ഇപ്പൊ നെറ്റ് വഴിയൊക്കെ ആളുകൾ മേടിക്കുന്നുണ്ടല്ലോ. ഷിർദി ബാബയുടെ ഫോട്ടോ നമുക്ക് കിട്ടുമല്ലോ. ഒരുപാട് പിള്ളേരോടൊക്കെ പറഞ്ഞാൽ അവർ നെറ്റ് വഴി മേടിച്ചു വരും. പിള്ളേർക്കൊക്കെ അറിയാം മൊബൈൽ നെറ്റ് വഴി അടിച്ച്
പ്രായമുള്ളവരാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഫോട്ടോ ഒക്കെ കിട്ടും. അതിന് എല്ലാവർക്കും ഇനി ആ ഒരു സംശയമായിരിക്കും കേട്ടോ, അത് സംശയത്തിന്റെ കാര്യമില്ല. പിന്നെ നിങ്ങൾ മാസത്തിൽ 2 ദേവീക്ഷേത്രങ്ങൾ ദർശനം നടത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി, പറ്റുന്നവരെ ചെയ്താൽ മതി, കാരണം ദൂരെയുള്ളവർക്കൊക്കെ പറ്റണമെന്നില്ലല്ലോ. ഒന്ന് ചോറ്റാനിക്കര ദേവീക്ഷേത്ര ദർശനം നടത്തണം. അമ്മയ്ക്ക് നിങ്ങൾ പിടിപ്പണം ഉള്ള പോലെ മതി, ചില്ലറ നോട്ടോ എന്നാ വെച്ചാൽ ഉള്ള പോലെ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ അല്പനേരം ഇരുന്ന് ശ്രീകോവിലിന് വെളി ഇരുന്ന് അമ്മയെ ഭജിച്ച് ആ പാദങ്ങളെ ഭജിച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്തണേ, സാമ്പത്തികം നൽകണേ, സാമ്പത്തികം കിട്ടും, കടം മാറും. പിന്നെ പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം, അത് ഇവിടെ ചങ്ങനാശ്ശേരി റോഡിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ. തിരുവല്ലായിൽ നിന്നും വരാം, ചങ്ങനാശ്ശേരിയിൽ നിന്നും വരാം. ഏകദേശം തിരുവല്ലായ്ക്കും ചങ്ങനാശ്ശേരിക്കും ഒരു തിരുവല്ലായിൽ നിന്ന് വരുന്നവർക്കാണെങ്കിലും ഒരു 6-8 കിലോമീറ്റർ എടുക്കും. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഒരു 6 കിലോമീറ്റർ. എൻ്റെ ഓഫീസ് 4 കോടി ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ട് ജംഗ്ഷൻ അപ്പുറത്ത് പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. അവിടെ നിങ്ങൾ മാസത്തിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച വന്ന്, അല്ലെങ്കിൽ മലയാള മാസം 1-ാം തീയതി വരാം, വന്ന് അമ്മയ്ക്ക് പിടിപ്പണം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അമ്മയ്ക്ക് കടുംപായസം എന്തെങ്കിലും കൊടുക്കുക, ഒരു നെയ്വിളക്കോ അല്ലെങ്കിൽ നെയ്യോ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അതും ചെയ്യുക, പറ്റുന്ന ചെയ്യുക. പിടിപ്പണം കൊടുക്കുമ്പോൾ അമ്മ നമുക്ക് പണം തരും, അമ്മയ്ക്ക് പണം കൊടുക്കുമ്പോൾ, അതാണ് അതിൻ്റെ രഹസ്യം. പിന്നെ അമ്മയ്ക്ക് കടുംപായസമോ നെയ്വിളക്ക് ചിലപ്പോൾ അകത്തായിരിക്കും കത്തിക്കുന്നത്, രസീത് എടുത്ത് അടക്കി വെച്ചാൽ മതിയായിരിക്കും. ഞാൻ സാധാരണ ചെയ്യുന്നത് കടുംപായസം കൊടുക്കും അമ്മയ്ക്ക്. കടുംപായസം, നാരങ്ങാമാല, ചെമ്പരത്തിമാല, ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം പിന്നെ ചില്ലറ നിങ്ങൾ സമർപ്പിക്കും, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെയ്യുക. എന്തായാലും പിടിപ്പണം സമർപ്പിക്കാം. അമ്മ എനിക്ക് സമ്പത്ത് നൽകണമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കൊടുത്ത് അമ്മേൻ്റെ ഇരട്ടി തിരിച്ചു തരും. സത്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അനുഭവം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ദേവീക്ഷേത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു 2 ക്ഷേത്രം പറയുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ സാമ്പത്തികം ഉണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറയുന്നത്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും, അത് വെറുതെ ആകത്തില്ല. വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം കേട്ടോ. ഇത് ഒന്നുകിൽ മാസത്തിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച, അല്ലെ മലയാള മാസം 1-ാം തീയതി ചെയ്യുക. 1-ാം തീയതി ചെയ്യുക. സാമ്പത്തികം വന്നിരിക്കും, അമ്മ രക്ഷപ്പെടുത്തിയിരിക്കും. ഒരുപാട് അനുഭവമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ചൈതന്യം കൂടുതലുള്ള ഏതെങ്കിലും ഒരു കൃഷ്ണക്ഷേത്രം, അത് ഗുരുവായൂരോ അമ്പലപ്പുഴയോ അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലും ചെയ്യാം. അതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം ദൂരെ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ക്ഷേത്രം ചെയ്യാനകത്ത് തെറ്റൊന്നുമില്ല കേട്ടോ. സൗകര്യം പോലെ എവിടെയാണെന്ന് വെച്ചാൽ മലയാള മാസം 1-ാം തീയതി അല്പം ചില്ലറ, അല്ലെങ്കിൽ നോട്ടായിക്കോട്ടെ, ചില്ലറ ഇല്ലെങ്കിൽ നോട്ടാണെങ്കിലും മതി, നമ്മുടെ ഉള്ള പോലെ പിടിപ്പണമെന്ന് പറഞ്ഞ് സമർപ്പിക്കണം. ഇത് അവിടുത്തെ പാദത്തിൽ ഞാൻ പിടിപ്പണം സമർപ്പിക്കുകയാണ്, എനിക്ക് സമ്പത്ത് നൽകണമെന്നും പറഞ്ഞു അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് തരും ഭഗവാൻ. എന്നിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ 1/2 കിലോയോ 1 കിലോ എത്രയാണെന്ന് വെച്ചാൽ അവലൂടെ ഭഗവാനെ സമർപ്പിക്കുക. പാക്കറ്റിനകത്ത് അടക്കി വെച്ചാൽ മതി. അത് അന്നത്തേക്ക് നേരിക്കാനല്ല. ക്ഷേത്രത്തിൽ എപ്പം വേണേലും എടുത്തോട്ടെ, നമ്മളങ്ങ് സമർപ്പിക്കുക. അമ്പലത്തിൽ എപ്പം വേണേലും എടുത്തോട്ടെ, നമ്മൾ സമർപ്പിക്കുക. ഇതും മലയാള മാസം 1-ാം തീയതി ചെയ്താൽ, കൃഷ്ണൻ അല്ലെ വിഷ്ണു ചെയ്താൽ കടം മാറും, സാമ്പത്തികം ഉണ്ടാകും. വിശ്വാസത്തോടെ ചെയ്യണം. പിന്നെ നമ്മളൂടെ പരിശ്രമിക്കണം. നമ്മൾ പ്രയത്നിക്കണം, നമ്മളൂടെ പ്രയത്നിക്കണം. അപ്പൊ ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചകളും ഉണ്ടായി വരും. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളത് സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുക. എനിക്ക് ശരിയെന്ന് തോന്നിയ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. ആവശ്യമുള്ളവർ ചെയ്യുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.